ഞാനീ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് എനിക്ക് വട്ടാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പതിവ് പോലെ നിർമ്മാല്യം തൊഴാൻ പോയി. ഇന്ന് ഉത്സവം 5-ാം ദിവസമായേ. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കിന് കുഞ്ഞിപ്പെണ്ണ് എണീറ്റു എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പം നിർമ്മാല്യം തൊഴുതേ ഉള്ളായിരുന്നു. ഭഗവാൻ ഇങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി. കുഞ്ഞിനെക്കൂടിന് എണീക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് വീണ്ടും ഞാൻ അമ്പലത്തിൽ വന്ന് ഭഗവാനെ കാണാൻ വേണ്ടി മാത്രമേ. പിന്നെ ഇന്ന് കളഭാഭിഷേകമായിരുന്നു. അപ്പോൾ കുഞ്ഞിനുക്കുട്ടൻ്റെ പേരിലൊരു കളഭാഭിഷേകത്തിന് കൂടി കഴിപ്പിച്ചു. വീട്ടിൽ തിരിച്ചു വന്നു, കൈ മുറിച്ചു. അപ്പോൾ ഈ കാണുന്നത് തലേ ദിവസത്തെ വീഡിയോയാണ്. തലേ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിനുമുത്തും തന്നെ അമ്പലത്തിൽ പോവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അൻവിക്കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ കുഞ്ഞിനെക്കുട്ടനെ അത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അൻവിക്കുട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിച്ചാടി നടക്കുവേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നിട്ടേ കുറേ സമയം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. കുഞ്ഞിനുമുത്ത് ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകളുള്ളിടത്ത് പോകുമ്പം കുറച്ച് അലമ്പ് ഉണ്ടാക്കാറുണ്ട്. അവന് എന്താണെന്നറിയില്ല, എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാവാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മോൻ ഒരുപാട് ആസ്വദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ സഹകരിക്കാനായിട്ട് നമ്മുടെ നാട്ടുകാരുണ്ടെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സിനെ പോലെ തന്നെ നമ്മളെ അടുത്ത് എന്താ പറയുക ഒരുപാട് ഒത്തിരി സ്നേഹത്തോടെയാണ് കേട്ടോ നമ്മളെ എല്ലാവരും കെയർ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും തന്നെ അറിയുന്നതാണ്. എന്നാലും നമ്മുടെ ഇപ്പോൾ ഒരു കുറച്ച് പൊടിക്കൊരിഷ്ടം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല കേട്ടോ. നമ്മുടെ അൻവിക്കുട്ടി പാട്ട് വെച്ചതേ ഭയങ്കര ഡാൻസ് ആയിരുന്നേ. കയ്യിലുള്ള ഐസ്ക്രീമൊക്കെ പോയതുപോലും ആളറിഞ്ഞില്ല കേട്ടോ. തുള്ളി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാനമേളയ്ക്കാണെങ്കിൽ അച്ഛൻ കൊണ്ടുപോയിട്ട് പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ടേ. കുഞ്ഞിനുമുത്തിനെയും കൊണ്ട് ഗാനമേളയ്ക്ക് പോയില്ലായിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റത്തെ ദിവസം ഉണ്ട്, പോയി നോക്കണം. കുഞ്ഞുണ്ണിക്ക് കംഫർട്ട് ആണെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആള്.